നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. സർക്കാർ ഉദ്യോഗസ്ഥരും ബാങ്കുകാരും ചേർന്ന് കർഷകന്റെ കഞ്ഞിക്കലം വരെ ജപ്തി ചെയ്ത് കർഷകരെ ദ്രോഹിക്കുന്ന നടപടികൾ നിർത്തിവെക്കുവാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് UDF ചെയർമാൻ ജോയി വെട്ടിക്കുഴിയും കൺവീനർ പ്രൊഫസർ MJ ജേക്കബും വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. തൊടുപുഴ നഗരസഭയെ മാലിന്യമുക്ത ശുചിത്വ നഗരസഭയായി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി പ്രഖ്യാപിച്ചു. ദേവികുളം സാഹസിക അക്കാദമിയുടെ പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി. യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു. കോഴിപ്പള്ളി മലയിൻകീഴ് ബൈപ്പാസ് ആധുനിക നിലവാരത്തിൽ നവീകരിക്കുമെന്ന് ആന്റണി ജോൺ MLA പറഞ്ഞു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സന്ദർശിച്ചു. ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ചായിരുന്നു സന്ദർശനം നടത്തിയത്. വാർത്തകൾ വിശദമായി. സർക്കാർ ഉദ്യോഗസ്ഥരും ബാങ്കുകാരും ചേർന്ന് കർഷകന്റെ കഞ്ഞിക്കലം വരെ ജപ്തി ചെയ്ത് കർഷകരെ ദ്രോഹിക്കുന്ന നടപടികൾ നിർത്തിവെക്കുവാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് UDF ചെയർമാൻ ജോയി വെട്ടിക്കുഴിയും കൺവീനർ പ്രൊഫസർ MJ ജേക്കബും വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ജപ്തി നടപടികൾ നിർത്തിവെച്ച് പലിശ എഴുതിത്തള്ളുന്നതിനുള്ള സത്വര നടപടികൾ സർക്കാർ സ്വീകരിക്കാത്ത പക്ഷം UDF പ്രത്യക്ഷ സമര പരിപാടികൾ ആരംഭിക്കും. UDFന്റെ നേതൃത്വത്തിൽ ഏപ്രിൽ മാസത്തിൽ ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ജപ്തി വിരുദ്ധ കർഷക സംഗമങ്ങൾ സംഘടിപ്പിക്കുമെന്നും കൂട്ടിച്ചേർത്തു. വെള്ളപ്പൊക്ക ദുരിതത്തിൽ കർഷകരുടെ പുനരുദ്ധാരണത്തിനു വേണ്ടി 2019-20 വർഷത്തെ സംസ്ഥാന ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച 5000 കോടി രൂപയുടെ ഇടുക്കി പാക്കേജും കോവിഡ് കാലത്ത് ഇടുക്കിയിലെ കർഷകർ അനുഭവിക്കേണ്ടി വന്ന ക്ലേശങ്ങൾ പരിഹരിക്കുന്നതിന് 2021 ഫെബ്രുവരി 26-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കട്ടപ്പനയിൽ പ്രഖ്യാപിച്ച 12000 കോടി രൂപയുടെ സ്പെഷ്യൽ പാക്കേജും നടപ്പാക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ ഉദ്യോഗസ്ഥരും ബാങ്കുകാരും ചേർന്ന് കർഷകന്റെ കഞ്ഞിക്കലം വരെ ജപ്തി ചെയ്ത് കർഷകരെ ദ്രോഹിക്കുന്ന നടപടികൾ നിർത്തിവെക്കുവാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് UDF ചെയർമാൻ ജോയി വെട്ടിക്കുഴിയും കൺവീനർ പ്രൊഫസർ MJ ജേക്കബും വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പാക്കേജുകൾ പ്രഖ്യാപിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു പൈസയുടെ പ്രയോജനം പോലും കർഷകർക്ക് ലഭിച്ചിട്ടില്ല. ഇടുക്കി പാക്കേജിന്റെ ഭാഗമായി 3000 കോടി രൂപ കർഷകരുടെ വായ്പാ പലിശ എഴുതിത്തള്ളുന്നതിന് മാറ്റിവെക്കുവാൻ ഗവൺമെന്റ് അടിയന്തര നടപടികൾ സ്വീകരിക്കണം. ജപ്തി നടപടികൾ നിർത്തിവെച്ച് പലിശ എഴുതിത്തള്ളുന്നതിനുള്ള സത്വര നടപടികൾ സർക്കാർ സ്വീകരിക്കാത്ത പക്ഷം UDF പ്രത്യക്ഷ സമര പരിപാടികൾ ആരംഭിക്കും. UDFന്റെ നേതൃത്വത്തിൽ ഏപ്രിൽ മാസത്തിൽ ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ജപ്തി വിരുദ്ധ കർഷക സംഗമങ്ങൾ സംഘടിപ്പിക്കും. പഞ്ചായത്ത് തലത്തിൽ ജപ്തിക്ക് വരുന്നവരെ നേരിടുന്നതിനുള്ള കർഷക സേനയ്ക്ക് രൂപം നൽകും. ജപ്തിക്ക് വരുന്നവരെ നേരിടുന്നതിനും കർഷകരെ സംരക്ഷിക്കുന്നതിനുമുള്ള നടപടികളുമായി UDF മുന്നോട്ടു പോകുമെന്ന് നേതാക്കൾ അറിയിച്ചു. 2020 ശേഷം വന്നിട്ടുള്ള കൃഷിക്കാരുടെ വായ്പയുടെ മേലുള്ള പലിശകൾ പൂർണ്ണമായിട്ടും ഗവൺമെന്റ് എഴുതിത്തണം. ഏതെങ്കിലും കാരണവശാൽ അത് ആരെങ്കിലും അടച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ നിലവിലുള്ള ആ വായ്പയിൽ അതുല്യമായ തുക കുറച്ച് കൊടുക്കണം. ആരെങ്കിലും താലിമാല വിറ്റ് ലോൺ അടച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ആ പലിശ പൈസ തിരികെ കൊടുക്കുവാൻ ഗവൺമെന്റ് തയ്യാറാവും. ആ ഒരു നിലയിൽ കൃഷിക്കാരെ നിലനിർത്തുന്നതിനുള്ള ഒരു സമീപനം ഗവൺമെന്റ് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ബാങ്കുകൾ കൊടുത്തിട്ടുള്ള വായ്പകൾക്ക് അവർക്ക് പലിശ കിട്ടിയാൽ മതിയോ? അതുകൊണ്ട് ഗവൺമെന്റ് ഈ 3000 കോടി രൂപ ഉപയോഗിച്ച് ബാങ്കുകൾക്ക് ന്യായമായി കൊടുക്കേണ്ട പലിശ ഗവൺമെന്റ് തന്നെ കൊടുത്ത് ബാങ്കുകളെ ഈ ജപ്തി നടപടിയിൽ നിന്നും ഇതിൽ നിന്നും അവരെ ഒഴിവാക്കി അതിന് മുമ്പോട്ട് പോകാൻ പാടില്ല എന്ന് അവരോട് പറയണം. അതോടൊപ്പം നിൽക്കുന്ന വായ്പകൾ അത് ദീർഘകാല വായ്പകളാക്കി മാറ്റണം. അതിന്മേൽ ഈടാക്കുന്ന ഇൻട്രസ്റ്റ്, അതിന്റെ ആ ഒരു പലിശ എന്ന് പറയുന്നത് അത് നബാർഡുമായി ബന്ധപ്പെട്ട ഒരു കുറഞ്ഞ പലിശയ്ക്ക് വായ്പകൾ കൃഷിക്കാർക്ക് കൊടുക്കാനായിട്ട് തയ്യാറാവും. അങ്ങനെ കൃഷിക്കാരെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സമീപനമാണ് ഗവൺമെന്റ് ഈ കാര്യത്തിൽ സ്വീകരിക്കേണ്ടത്. അതിനു പകരം അവരെ ദ്രോഹിക്കുന്ന ഒരു നടപടിയുമായി മുമ്പോട്ട് പോകുന്നത് ഒരിക്കലും ഒരു ഗവൺമെന്റിന് ഭൂഷണമായ കാര്യമല്ല. തന്നെയുമല്ല, ഈ പാക്കേജിന്റെ കാര്യത്തിൽ ഇടുക്കിയിൽ നിന്നുള്ള മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിന്റെയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ നേതാക്കന്മാരുടെയും നിലപാട് എന്താണ് എന്ന് അവർ വ്യക്തമാക്കണം. ഈ പാക്കേജ് എന്തിനു വേണ്ടിയിട്ടാണ് പ്രഖ്യാപിച്ചത്, കൃഷിക്കാർക്ക് എന്ത് ആനുകൂല്യമാണ് ഈ പറയുന്ന 4 വർഷമായിട്ട് കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തെപ്പറ്റി ജനങ്ങളോട് വിശദീകരിക്കാൻ, അല്ലെങ്കിൽ അത് ജനങ്ങൾക്ക് അതിന്റെ വിശദീകരണം നൽകുവാൻ മന്ത്രിക്കും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ നേതാക്കന്മാർക്കും
ധാർമ്മികമായ ബാധ്യതയുണ്ട്. അവരത് ഏറ്റെടുക്കാനായിട്ട് തയ്യാറാവണം. കൃഷിക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ മനുഷ്യത്വരഹിത ജപ്തി നടപടികളുമായി മുമ്പോട്ട് പോകുന്നതിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പിന് തയ്യാറായി കൃഷിക്കാർ രംഗത്തേക്ക് വരേണ്ടി വരും. അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള വാഗ്ദാനം പാലിക്കുവാൻ ഗവൺമെന്റ് തയ്യാറാവണം. വാർത്താ സമ്മേളനത്തിൽ KMA ഷുക്കൂർ, K സുരേഷ് ബാബു, MK പുരുഷോത്തമൻ, TM ഷംസുദ്ദീൻ, NA ബെന്നി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ നഗരസഭയെ മാലിന്യമുക്ത ശുചിത്വ നഗരസഭയായി നഗരസഭ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി പ്രഖ്യാപിച്ചു. നഗരസഭ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഹെൽത്ത് കമ്മിറ്റി ചെയർമാൻ MA കരീം അധ്യക്ഷത വഹിച്ചു. ഹരിത കേരള മിഷൻ നടത്തിയ പരിശോധനയിൽ മികച്ച രീതിയിൽ മാലിന്യ സംസ്കരണ പ്രവർത്തനം നടത്തുന്ന ന്യൂമാൻ കോളേജ്, ജെറാണി ഇംഗ്ലീഷ് മീഡിയം പബ്ലിക് സ്കൂൾ, പെരിക്കോണി റെസിഡൻസ് അസോസിയേഷൻ, ITDP ഓഫീസ്, തൊടുപുഴ KSRTC ഡിപ്പോ എന്നിവയ്ക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റും നൽകി. തൊടുപുഴ നഗരസഭയെ മാലിന്യമുക്ത ശുചിത്വ നഗരസഭയായി നഗരസഭ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി പ്രഖ്യാപിച്ചു. നഗരസഭ എന്ന് പറയുന്നത് ഇവിടെയുള്ള 35 കൗൺസിലർമാർ മാത്രമല്ല, ഇവിടുത്തെ പൊതുസമൂഹം അവരാണ് നഗരസഭ എന്ന് പറയുന്നത്. അവർ തെരഞ്ഞെടുത്ത് അയച്ചവർ അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ഈ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടുന്ന ഏതാണ്ട് 65,000-ഓളം വരുന്ന ജനം ഈ മാലിന്യ നിർമ്മാർജ്ജന യജ്ഞം ഏറ്റെടുത്തതിൻ്റെ ഫലമായിട്ടാണ് നമുക്കിന്ന് ഒരു മാലിന്യ വിമുക്ത നഗരസഭയായി മാറുന്നതിന് സാധിച്ചത്. നഗരസഭയിലെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഹരിതകർമ്മസേനക്കാരും മറ്റ് ജീവനക്കാരുമൊക്കെ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുകയും അവരോടൊപ്പം ചേർന്ന് നിന്ന് നമ്മുടെ നഗരത്തെ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ വ്യാപാരി വ്യവസായികളും ഹോട്ടൽ സംഘടനകൾ, KHRA പോലെയുള്ള സംഘടനകൾ, അതുപോലെ തന്നെ എല്ലാ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അയൽക്കൂട്ടങ്ങൾ, അംഗൻവാടികൾ എന്നു വേണ്ട റെസിഡൻസ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിലെ എല്ലാ പ്രസ്ഥാനങ്ങളും മാലിന്യവിമുക്ത തൊടുപുഴയ്ക്ക് വേണ്ടി പ്രയത്നിച്ചതുകൊണ്ടാണ് നമുക്കിന്ന് ഈ തൊടുപുഴയെ മാലിന്യവിമുക്തമാക്കി പ്രഖ്യാപിക്കാൻ സാധിക്കുന്നത്. നഗരസഭ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന പ്രഖ്യാപന ചടങ്ങിന് ഹെൽത്ത് കമ്മിറ്റി ചെയർമാൻ MA കരീം അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിന്ദു പത്മകുമാർ, PG രാജശേഖരൻ എന്നിവർ ആശംസകൾ നേർന്നു. ഹരിത കേരള മിഷൻ നടത്തിയ പരിശോധനയിൽ മികച്ച രീതിയിൽ മാലിന്യ സംസ്കരണ പ്രവർത്തനം നടത്തുന്ന ന്യൂമാൻ കോളേജിനെ ഹരിത കലാലയമായും, ജെറാണി ഇംഗ്ലീഷ് മീഡിയം പബ്ലിക് സ്കൂളിനെ ഹരിത വിദ്യാലയമായും, പെരിക്കോണി റെസിഡൻസ് അസോസിയേഷനെ ഹരിത റെസിഡൻസ് അസോസിയേഷനായും, ITDP ഓഫീസിനെ ഹരിത ഓഫീസായും, തൊടുപുഴ KSRTC ഡിപ്പോയെ ഹരിത സ്ഥാപനമായും, മധുരിമ അയൽക്കൂട്ടത്തെ ഹരിത അയൽക്കൂട്ടമായും തെരഞ്ഞെടുത്തിരുന്നു. ഈ സ്ഥാപനങ്ങൾക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റും നൽകി ആദരിച്ചു. നഗരസഭാ കൗൺസിലർമാരായ മുഹമ്മദ് അഫ്സൽ, സിജി റഷീദ്, നഗരസഭാ സെക്രട്ടറി ബിജുമോൻ ജേക്കബ്, ക്ലീൻ സിറ്റി മാനേജർ മീരാൻ കുഞ്ഞ് EM, സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിജോ മാത്യു, ദേവസേനൻ GS, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രാജേഷ് VD, സതീശൻ VP, ദീപ PV, ശുചിത്വ മിഷൻ പ്രതിനിധികൾ, വ്യാപാര വ്യവസായ പ്രതിനിധികൾ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രതിനിധികൾ, നഗരസഭാ ജീവനക്കാർ, ഹരിതസേന അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ 7ാം ഉത്സവത്തിനോടനുബന്ധിച്ച് നടത്തിവരാറുള്ള ആനക്കൂട് എതിരേൽപ്പ് മഹോത്സവത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 31 വൈകിട്ട് 6 മണിക്ക് ആനക്കൂട് കവലയിൽ എതിരേൽപ്പ് മഹോത്സവ പരിപാടികൾ ആരംഭിക്കും. നാടിന്റെ നാനാഭാഗത്തു നിന്നും എത്തിച്ചേർന്ന 10,000-കണക്കിന് ഭക്തജനങ്ങൾക്ക് മഹാപ്രസാദയൂട്ട് ഒരുക്കുമെന്നും വിപുലമായ വാഹന പാർക്കിംഗ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ 7ാം ഉത്സവത്തോടനുബന്ധിച്ച് വർഷങ്ങളായി നടന്നുവരുന്ന ആനക്കൂട് എതിരേൽപ്പ് മഹോത്സവത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. മാർച്ച് 31 തിങ്കളാഴ്ച വൈകിട്ട് 6 മണിക്ക് ആനക്കൂട് കവലയിൽ ഭക്തി സംഗീത സന്ധ്യയോടെ എതിരേൽപ്പ് മഹോത്സവ പരിപാടികൾ ആരംഭിക്കും. നാടിന്റെ നാനാഭാഗത്തു നിന്നും എത്തിച്ചേർന്ന 10,000-കണക്കിന് ഭക്തജനങ്ങൾക്കായുള്ള മഹാപ്രസാദകൂട്ട് വൈകിട്ട് 6:30 തുടക്കം കുറിക്കും. രാത്രി 8:30 മുതൽ ട്രിപ്പിൾ തായമ്പകയും തുടർന്ന് തിരുമുമ്പിൽ പറവയ്പും ദീപക്കാഴ്ചയും നാദസ്വരവും പാണ്ഡിമേളവും ഉണ്ടായിരിക്കും. 15,000-ൽ പരം നാനാജാതി മതസ്ഥരായിട്ടുള്ള വൻ ജനാവലി എത്തിച്ചേർന്ന ആനക്കൂട് എതിരേൽപ്പ് മഹോത്സവത്തിനായി കുറ്റമറ്റ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞതായി ആഘോഷ കമ്മിറ്റി കൺവീനർ TK സുധാകരൻ നായർ തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നമ്മുടെ തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ 7ാം ഉത്സവത്തിലാണ് ഇവിടെ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എതിരേൽപ്പ് മഹോത്സവം 31-ാം തീയതി
തിങ്കളാഴ്ച വൈകുന്നേരം 6 മണി മുതൽ നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുന്നത്. കണ്ണഞ്ചിനാഥിൻ്റെ സംഗീത വിരുന്നോടുകൂടിയാണ് തുടക്കം. പിന്നെ ചേർപ്പളശ്ശേരി രാജേഷ്, കല്ലൂർ പരമണ്ണ ശശി, കല്ലൂർ ഉണ്ണികൃഷ്ണൻ, ചേർപ്പളശ്ശേരി രാജേഷ് എന്നിവരുടെ തൊട്ടുത്തായ്മയാണ് പ്രാധാന്യമുള്ളത്. അതുപോലെ തന്നെ സാധോട്ട്, അതിൽ ദീപക്കാഴ്ച, അങ്ങനെ വിപുലമായ പരിപാടികളുടെ ഉത്സവം ആനക്കൂർ വഴി ഈ വർഷവും ആഘോഷിക്കുന്നത്. മഹോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേരുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളും ആനക്കോട് ജംഗ്ഷന്റെ വിവിധ സ്ഥലങ്ങളിലായി ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ദേവികുളം സാഹസിക അക്കാദമിയുടെ പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി. യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വഞ്ചർ ടൂറിസത്തിനും സാഹസിക പ്രവർത്തനങ്ങൾക്കും സഹായകരമായ കേന്ദ്രം എന്ന നിലയിലാണ് പുതിയ മന്ദിരം നിർമ്മിക്കുന്നത്. അഡ്വക്കേറ്റ് എ രാജ MLA അധ്യക്ഷത വഹിച്ചു. യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ S സതീഷ്, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥ പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന് കീഴിലുള്ള ദേവികുളം സാഹസിക അക്കാദമിക്ക് സ്വന്തമായുള്ള 1 ഏക്കർ സ്ഥലത്ത് 9.63 കോടി രൂപ ചെലവഴിച്ച് 100 പേർക്ക് താമസം, പരിശീലനത്തിനുള്ള സൗകര്യം, ആംഫി തിയേറ്റർ, കോൺഫറൻസ് ഹാൾ, ഡൈനിങ് ഹാൾ, VIP മുറികൾ, ആധുനിക രീതിയിലുള്ള ശുചിമുറികൾ, ഉപകരണങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള മുറികൾ തുടങ്ങിയ സൗകര്യങ്ങളോട് കൂടിയ കെട്ടിടമാണ് പുതുതായി നിർമ്മിക്കുന്നത്. തീരദേശ വികസന അതോറിറ്റിക്കാണ് നിർമ്മാണ ചുമതല. ദേവികുളത്ത് നിലവിലുള്ള അക്കാദമിയിലെ പരിശീലനത്തിനുള്ള സൗകര്യക്കുറവ് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയും അഡ്വഞ്ചർ ടൂറിസത്തിനും സാഹസിക പ്രവർത്തനങ്ങൾക്കും സഹായകരമായ കേന്ദ്രം എന്ന നിലയിലുമാണ് പുതിയ സാഹസിക അക്കാദമി നിർമ്മിക്കുന്നത്. പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണോദ്ഘാടനം യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. ഇന്ന് ഇത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയത്. അക്കാര്യത്തിൽ ഈ ഒരു കൂട്ടായ പ്രവർത്തനത്തിന് ഈ നാട്ടിൽ ഇത് നടപ്പാക്കണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് എല്ലാ പിന്തുണയും നൽകി അതിനോടൊപ്പം സഞ്ചരിച്ച് സഹായിച്ച നിങ്ങളുടെ MLAയുടെ ഇടപെടലും സഹായവുമാണ് ഇത്ര വലിയൊരു പദ്ധതി ഈ ദേവികുളത്ത് ഇന്നിപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. ഞാൻ പ്രത്യേകിച്ച് രാജാഭിവാദ്യം ചെയ്യാൻ. സാഹസികത ഇഷ്ടപ്പെടുന്ന യുവാക്കൾക്ക് ശാസ്ത്രീയമായ പരിശീലനം നൽകുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ പരിശീലനം നമ്മുടെ സമൂഹത്തിന് എങ്ങനെ അവരെ ഉപയോഗപ്പെടുത്താൻ കഴിയും, ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഇത്തരമൊരു പദ്ധതിയിലേക്ക് നമ്മൾ എത്തപ്പെടുന്നത്. ഇവിടെ 9,63,84,416 രൂപയുടെ ഭരണാനുമതിയാണ് നമ്മൾ ആദ്യം നൽകിയത്. ഈ കെട്ടിടം പൂർത്തീകരിക്കുമ്പോൾ ഒരു 11 കോടിയോളം രൂപ ഇതിന് അധികമായി വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അഡ്വക്കേറ്റ് എ രാജ MLA അധ്യക്ഷനായി. യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ S സതീഷ്, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥ പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കോഴിപ്പള്ളി മലയൻകീഴ് ബൈപ്പാസ് ആധുനിക നിലവാരത്തിൽ നവീകരിക്കുമെന്ന് ആന്റണി ജോൺ MLA പറഞ്ഞു. നവീകരണ പ്രവർത്തനങ്ങൾക്കായി 2 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി MLAയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും റോഡ് സന്ദർശിച്ചു. മുനിസിപ്പൽ ചെയർമാൻ KK ടോമി, കൗൺസിലർമാർ, പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഓവർസിയർ ഉൾപ്പെടെയുള്ളവർ MLAയോടൊപ്പം ഉണ്ടായിരുന്നു. കോഴിപ്പള്ളി മലയൻകീഴ് ബൈപ്പാസ് ആധുനിക നിലവാരത്തിൽ നവീകരിക്കുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയും കോതമംഗലം പെരുമ്പൻകുത്തുമായി ബന്ധിപ്പിക്കുന്നതാണ് പ്രസ്തുത റോഡ്. 1.25 കിലോമീറ്റർ ദൂരം വരുന്ന റോഡ് 9.5 മീറ്റർ വീതിയിൽ ആധുനിക നിലവാരത്തിൽ ടാർ ചെയ്ത് നവീകരിക്കുന്നു. 9.5 മീറ്റർ കഴിഞ്ഞുള്ള റോഡിന് ഇരുവശവും വരുന്ന മുഴുവൻ ഭാഗവും കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തി കൂടിയും ഈ വർക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ മലയൻകീഴ് ഭാഗത്ത് 150 മീറ്ററോളം ദൂരത്തിൽ ഡ്രെയിനേജ് വർക്കും അതോടൊപ്പം തന്നെ റോഡ് സേഫ്റ്റിയുടെ ഭാഗമായി റിഫ്ലക്ടർ, സ്റ്റാഡ്, സൈൻ ബോർഡുകൾ, സീബ്ര ലൈൻ, റോഡ് മാർക്കിംഗ് അടക്കമുള്ള പ്രവൃത്തികളും ഉൾക്കൊള്ളിച്ചാണ് ആധുനിക നിലവാരത്തിൽ റോഡ് നിർമ്മിക്കുന്നത്. നവീകരണ പ്രവർത്തനങ്ങൾക്കായി 2 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളതെന്ന് ആന്റണി ജോൺ MLA പറഞ്ഞു. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി MLAയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും റോഡ് സന്ദർശിച്ചു. 2 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ്
നമ്മൾ ഈ റോഡിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നത്. ഈ ബൈപ്പാസ് നമുക്കറിയാം, ഇപ്പോൾ കോതമംഗലം പട്ടണത്തിൽ ഒരു റിംഗ് റോഡ് രൂപപ്പെടുകയാണ്. നമ്മുടെ തങ്കളം കോഴിപ്പള്ളി ന്യൂ ബൈപ്പാസിൻ്റെ നിർമ്മാണം കൂടി പൂർത്തീകരിക്കുന്നതോടുകൂടി പട്ടണത്തിൻ്റെ ചുറ്റും റിംഗ് റോഡ് സൗകര്യമുള്ള കേരളത്തിലെ അപൂർവം പട്ടണങ്ങളിലൊന്നായി കോതമംഗലം മാറുകയാണ്. 9.5 മീറ്റർ വീതിയിലാണ് ആധുനിക നിലവാരത്തിൽ ഇത് ടാർ ചെയ്തുകൊണ്ട് നവീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇരു സൈഡിലും അതിന് ശേഷമുള്ള പ്രദേശം പൂർണ്ണമായി കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തി കൂടി ഈ വർക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വേഗത്തിൽ തന്നെ ഈ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരു കാര്യം ഇവിടെ അഭ്യർത്ഥിക്കാനുള്ളത്, ഇവിടെ ഇരു സൈഡിലും ഞാൻ അത് സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യാപകമായിട്ടുള്ള കയ്യേറ്റമുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ ഈ ടാറിങ്ങിന് ശേഷം കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്തിന് മുന്നേ തന്നെ അത്തരത്തിലുള്ള കയ്യേറ്റങ്ങളൊക്കെ ബന്ധപ്പെട്ടവർ ഒഴിവാക്കി തന്നെ എന്നുകൂടി ഈ അവസരത്തിൽ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അതുകൂടി ഒഴിവാക്കി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഈ റോഡിൻ്റെ ഒരു വലിയ തോതിലുള്ള വികസനം നമുക്ക് സാധ്യമാക്കാൻ കഴിയും. മുനിസിപ്പൽ ചെയർമാൻ കെ ടോമി, കൗൺസിലർമാരായ KV തോമസ്, KA നൌഷാദ്, അഡ്വക്കേറ്റ് ജോസ് വർഗീസ്, പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VP സിൻഡോ, ഓവർസിയർ ഗീതു കൃഷ്ണൻ എന്നിവരും MLAയോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഉത്സവ വിശേഷങ്ങൾ. ഉത്സവ വിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കേറ്ററിംഗ്, തൊടുപുഴ. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സന്ദർശിച്ചു. ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ചായിരുന്നു സന്ദർശനം നടത്തിയത്. MPയെ ക്ഷേത്രം രക്ഷാധികാരി KK പുഷ്പാങ്കദൻ പൊന്നാടി അണിയിച്ച് സ്വീകരിച്ചു. തുടർന്ന് പ്രസാദയൂട്ടിലും MP പങ്കെടുത്തു. ഡീൻ കുര്യാക്കോസിനൊപ്പം തൊടുപുഴ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രാജേഷ് ബാബു, കരിമണൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ദിലീപ് കുമാർ എന്നിവരും ഉണ്ടായിരുന്നു. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം ഗംഭീരമായ നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഭക്തജനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. കൃഷ്ണഭഗവാന്റെ അനുഗ്രഹം പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ അവസരം എല്ലാ നിലയിലും പ്രയോജനപ്പെടുത്തുന്ന തരത്തിൽ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഭക്തജനങ്ങൾക്കായി ക്ഷേത്രസമിതി ഒരുക്കിയിരിക്കുന്നത്. ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഉത്സവത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള ദേശസന്തോഷം ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഇവിടെ ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹികളായിട്ടുള്ള മുഴുവൻ ആളുകളും പുഷ്പാങ്കദൻ ഉൾപ്പെടെ മുഴുവൻ ആളുകളും സന്നിഹിതരാണ്. എല്ലാവർക്കും ഈ ഉത്സവം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ആശംസകൾ അറിയിക്കുകയാണ്. 10,000-കണക്കിന് വരുന്ന ഭക്തജനങ്ങളാണ് ഈ ദിവസങ്ങളിൽ തൊടുപുഴയിലേക്ക് നാടിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുമായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും ആയിരക്കണക്കിന് ആളുകൾക്ക് അന്നദാനം ഉൾപ്പെടെ അത് സജ്ജീകരിച്ചിരിക്കുന്നു. ഒരു കുറവുമില്ലാതെ വരുന്ന ആളുകൾക്കെല്ലാം ഭക്ഷണം കഴിച്ചു പോകുവാനുള്ള സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ വിവിധ കലാപരിപാടികൾ എല്ലാ ദിവസവും വൈകുന്നേരം എല്ലാവർക്കും ആസ്വദിക്കത്തക്ക വിധത്തിലുള്ള കലാപരിപാടികളെല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത് ഏറെ മാതൃകാപരമാണ്, ആവേശകരമാണ്. ഈ അവസരത്തിൽ ഈ നാട്ടുകാരൻ എന്നുള്ള നിലയിൽ തൊടുപുഴയുടെ അഭിമാനമായ അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ആശ്രയ കേന്ദ്രമായിട്ടുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം അത് അതിഗംഭീരമാകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനാശംസകൾ നേരുന്നു. സെൻട്രൽ ബസാർ ഇനി തൊടുപുഴയിലും. സെൻട്രൽ ബസാറിന്റെ 150ാമത് ഷോറൂം തൊടുപുഴ അൽഫോൺസ കണ്ണാശുപത്രിക്ക് എതിർവശം പ്രവർത്തനം ആരംഭിച്ചു. സെൻട്രൽ ബസാറിന്റെ ഉദ്ഘാടനം PG ജോസഫ് MLA നിർവഹിച്ചു. നിത്യോപയോഗ സാധനങ്ങൾക്ക് MRPയിൽ നിന്നും 5% മുതൽ 75% വരെ വിലക്കുറവ് ഒരുക്കിയാണ് സെൻട്രൽ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. എല്ലാ ആഴ്ചയും സ്വർണ്ണ നാണയവും നേടാനുള്ള അവസരവുമുണ്ട്. സെൻട്രൽ ബസാർ വനിത ഗ്രൂപ്പിന്റെ 150ാമത് സ്റ്റോറായ തൊടുപുഴ ഹൈപ്പർ മാർക്കറ്റ് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. നിത്യോപയോഗ സാധനങ്ങൾക്ക് MRPയിൽ നിന്നും 5% മുതൽ 75% വരെ വിലക്കുറവ്, കൂടാതെ എല്ലാ ആഴ്ചയും സ്വർണ്ണ നാണയം നേടാനുള്ള അവസരവും ഒട്ടനവധി ഓഫറുകളുമാണ് സെൻട്രൽ ബസാർ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത്. 499 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ 5 രൂപയ്ക്ക് ഒരു പാക്കറ്റ് പാൽ,
999 രൂപയ്ക്ക് മുകളിൽ പർച്ചേസിന് 5 രൂപ നിരക്കിൽ 1 കിലോ പഞ്ചസാരയും 1499 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ബ്രാഹ്മിൺസ് പുട്ടുപൊടി സൗജന്യമായും 1999 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ 99 രൂപ നിരക്കിൽ ഡബിൾ ബെഡ്ഷീറ്റും ലഭിക്കുന്നു. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പി ജി ജോസഫ് MLA നിർവഹിച്ചു. ലാൻഡ് ഓണർ കൃഷ്ണകുമാർ ആദ്യ വിൽപ്പന നടത്തി. കൗൺസിലർ ശ്രീലക്ഷ്മി സുദീപ്, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണയിൽ, സെക്രട്ടറി CK നവാസ്, ഡെപ്യൂട്ടി കളക്ടർ VE അബ്ബാസ്, HEF പ്രസിഡന്റ് പ്രശാന്ത് കുമാർ, സഹകാർ ഭാരതി സംസ്ഥാന സെക്രട്ടറി S പത്മഭൂഷൺ, PV ബിജു, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി PMA ഷുക്കൂർ തുടങ്ങി നിരവധി പ്രമുഖ വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു. നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റിൽ കാണുന്നതിനേക്കാളും ഐറ്റങ്ങൾ കൂടുതലുണ്ട്. മിക്കവാറും സാധാരണ സ്ഥലങ്ങളിൽ തുണി ഐറ്റംസ് കാണാറില്ല. ആ ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട്. അതുപോലെ കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ, ചെരുപ്പ്, അങ്ങനെ വിവിധങ്ങളായ വസ്തുക്കൾ, പച്ചക്കറി, പലചരക്ക് സാധനങ്ങൾ, ഫിഷ് ആൻഡ് മീറ്റിൻ്റെ ഒരു പ്രത്യേക സ്റ്റാൾ തന്നെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. എല്ലാം കൊണ്ടും നമുക്ക് നല്ല തൊടുപുഴയ്ക്ക് ഒരു അഭിമാനമായ ഒരു സ്ഥാപനമായിട്ട് ഇത് മാറട്ടെ. അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. തൊടുപുഴക്കാർക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ് സെൻട്രൽ ബസാറിൻ്റെ പുതിയ ഷോറൂം. ഏതാണ്ട് കേരളത്തിലുടനീളം 150ഓളം ഷോറൂമുകളുണ്ട്. 151ാമത്തെയാണ് തൊടുപുഴയിൽ തുടങ്ങിയിരിക്കുന്നത്. ഇത് സാധാരണക്കാരായ ആളുകൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങൾക്കും ഒപ്പം സ്റ്റേഷനറി, ഫാൻസി, ക്രോക്കറി, ഗിഫ്റ്റ് ഐറ്റംസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, കിച്ചൺ പ്രൊഡക്ട്സ്, ഹൈജീനിക് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിപുലമായ ശേഖരമാണ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ സെൻട്രൽ ബസാർ ഫാഷൻ സ്റ്റോറിൽ നിന്നും 1000 രൂപ വിലയുള്ള വസ്ത്രങ്ങൾ 500 രൂപ നിരക്കിലും, പാദരക്ഷകൾ 10%, കട്ട്ലറികൾ 50% വരെ ഓഫറുകളിലും ലഭിക്കുന്നു. സെൻട്രൽ ബസാർ DG സ്റ്റോറിലൂടെയുള്ള എല്ലാ പർച്ചേസിനും 1 രൂപയ്ക്ക് ഹെഡ്സെറ്റും 50% വരെ ഓഫറുകളും ലഭിക്കുന്നു. സെൻട്രൽ ബസാർ തൊടുപുഴയ്ക്കായി ഒരുക്കുന്ന പുത്തൻ ഷോപ്പിംഗ് അനുഭവത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. സെൻട്രൽ ബസാറിന്റെ 150ാമത്തെ സ്റ്റോറാണ് തൊടുപുഴയിൽ ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലമായി തൊടുപുഴ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും വളരെ ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഓഫറുകളും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളും വിൽപ്പന ചെയ്യുന്ന ഒരു സ്ഥാപനമായി മാറിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ഞങ്ങൾ ബിസിനസ് മേഖലയിൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തുള്ള എല്ലാവിധ വിജയങ്ങൾക്കും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം ഞങ്ങൾ നേടിയെടുത്തതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ തൊടുപുഴയിൽ തുടങ്ങിയ ഈ സെൻട്രൽ ബസാറിൽ ഞങ്ങളൊരു റോയൽറ്റി പ്രോഗ്രാം കൊണ്ടുവന്നിരിക്കുകയാണ്. ആ കാർഡ് മുഖേന പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് 5% MRPയിൽ നിന്നും, അതുകൂടാതെ തന്നെ മറ്റുള്ള സാധനങ്ങൾക്ക് 5% MRPയിൽ നിന്നും 75% വരെ വിലക്കുറവ് നൽകിക്കൊണ്ടാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഈ റോയൽറ്റി കാർഡ് കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് മാസത്തിൽ നമ്മൾ ഇതുമായിട്ട് വന്ന് പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ 1 കിലോ പഞ്ചസാര 25 രൂപയ്ക്ക് 2 കിലോ ഒരു കസ്റ്റമറിന് മേടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ 39 രൂപയ്ക്ക് 5 കിലോ മട്ടവടി, അതുപോലെ തന്നെ 179 രൂപയ്ക്ക് 1 കിലോ കോക്കനട്ട് ഓയിൽ, അങ്ങനെയുള്ള എല്ലാവിധ സാധനങ്ങൾക്കും വളരെ MRPയിൽ നിന്നും 5 മുതൽ 75% വരെ വിലക്കുറവ് നൽകിക്കൊണ്ടാണ് പ്രവർത്തനം തുടരുന്നത്. ഹോം ഡെലിവറി സേവനവും സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാണ്.
സെൻട്രൽ ബസാർ ഇനി തൊടുപുഴയിലും. മനസ്സ് നിറയെ ഷോപ്പിംഗും കൈ നിറയെ സേവിങ്സുമായി സെൻട്രൽ ബസാറിന്റെ പുതിയ ഷോറൂം തൊടുപുഴയിൽ അൽഫോൻസ കണ്ണാശുപത്രിക്ക് എതിർവശം പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടനം മാർച്ച് 29. എല്ലാ ആഴ്ചയിലും ഷോപ്പിംഗിലൂടെ ഒരു ഗോൾഡ് കോയിൻ നേടാനുള്ള സുവർണാവസരം. നിത്യോപയോഗ സാധനങ്ങൾക്ക് MRPയിൽ നിന്നും 5% മുതൽ 75% വരെ വിലക്കുറവ്. 1 കിലോ പഞ്ചസാര വെറും 9 രൂപയ്ക്ക്. സെൻട്രൽ ബസാർ, ഫിൽ യുവർ കാർഡ് വിത്ത് ജോയ്. ആന്റണി ജോൺ MLA താലൂക്കിലെ ലൈബ്രറികൾക്ക് പുസ്തകങ്ങൾ നൽകി. MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും 3 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് 3ാം ഘട്ടത്തിലെ പുസ്തകങ്ങൾ വാങ്ങി നൽകിയത്. കോതമംഗലം ടൗൺ UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആന്റണി ജോൺ MLA പുസ്തക വിതരണം നിർവഹിച്ചു. ചടങ്ങിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KO കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മനോജ് നാരായണൻ, CP മുഹമ്മദ്, PG വേണു, PM പരീത് തുടങ്ങിയവർ സംസാരിച്ചു. ആന്റണി ജോൺ MLA താലൂക്കിലെ ലൈബ്രറികൾക്ക് പുസ്തകങ്ങൾ നൽകി. MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും 3 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് 3ാം ഘട്ടത്തിലെ പുസ്തകങ്ങൾ വാങ്ങി നൽകിയത്. കേരള നിയമസഭ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ നിന്നാണ് പുസ്തകം വാങ്ങിയത്. മണ്ഡലത്തിന്റെ പരിധിയിലുള്ള 8 പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട ലൈബ്രറികളിൽ പ്രത്യേക പുസ്തക കോർണർ ഇതിലൂടെ സ്ഥാപിക്കും. കോതമംഗലം ടൗൺ UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ വെച്ച് ആന്റണി ജോൺ MLA പുസ്തകങ്ങൾ വിതരണം ചെയ്തു. കഴിഞ്ഞ 2 വർഷങ്ങളിലായി മണ്ഡലത്തിലെ ലൈബ്രറികൾക്ക് പുസ്തകം നൽകിയിരുന്നു. അടുത്ത വർഷത്തോടുകൂടി കോതമംഗലം മണ്ഡലത്തിലെ മുഴുവൻ ലൈബ്രറികൾക്കും പുസ്തകം വിതരണം പൂർത്തീകരിക്കുവാൻ കഴിയുമെന്ന് MLA പറഞ്ഞു. തുടർച്ചയായ യോഗങ്ങൾ ചേർന്നുകൊണ്ട് അതിന്റെ വിശദമായ പരിപാടികൾ എല്ലാം ഇതിനോടൊപ്പം തന്നെ നമ്മൾ അതിന് രൂപം കൊടുത്തിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചു വരുന്ന അത്തരം വിപത്തുകൾക്കൊക്കെ എതിരായി ഏറ്റവും ജാഗ്രതയോടുകൂടി ഇടപെടാൻ കഴിയുന്നത് സാംസ്കാരിക പ്രവർത്തകർക്കും സാംസ്കാരിക മേഖലയ്ക്കും തന്നെയാണ്. ഇവിടെ തന്നെ നമുക്കറിയാം, ഏപ്രിൽ മാസത്തിൽ കേരളോത്സവം, സംസ്ഥാനതല കേരളോത്സവം കോതമംഗലത്ത് സംഘടിപ്പിക്കുകയാണ്. ആ കേരളോത്സവത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശം ലഹരിക്കെതിരായിട്ടുള്ള ഒരു സന്ദേശം തന്നെയാണ്. അപ്പോൾ അങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നതിനൊപ്പം തന്നെയാണ് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ ലൈബ്രറികളും ഗ്രന്ഥശാലകളും ഒക്കെ അതിന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കണമെന്ന് ഗവൺമെന്റ് കാണുന്നത്. ചടങ്ങിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KO കുര്യാക്കോസ് അധ്യക്ഷനായി. സെക്രട്ടറി മനോജ് നാരായണൻ, CP മുഹമ്മദ്, PG വേണു, PM പരീത് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. എബിനേസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വണ്ണപ്പുറം ഇൻഫർമേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി സൗജന്യ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. വണ്ണപ്പുറം അറ്റ്ലാന്റ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA ഉദ്ഘാടനം നിർവഹിച്ചു. പ്രശസ്ത സിനിമാ താരം ബിനു അടിമാലി ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. എബിനേസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് CEO ലോഫി ലോന വെള്ളറ മുഖ്യ പ്രഭാഷണം നടത്തി. എബിനേസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വണ്ണപ്പുറം ഇൻഫർമേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. വണ്ണപ്പുറം അറ്റ്ലാന്റ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA ഉദ്ഘാടനം നിർവഹിച്ചു. ജീവസന്ധായകാ നമിക്കുന്നു കനിവോടിന്നും അനുഗ്രഹിക്കൂ. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ സ്വപ്നം കാണുന്നത്, നമുക്കൊരു ലക്ഷ്യമുണ്ട്, എവിടെയാണ് എത്തിച്ചേരേണ്ടത് എന്നുള്ള ലക്ഷ്യം നമ്മൾ മുൻകൂട്ടി കാണുകയും ആ ലക്ഷ്യത്തോടനുബന്ധിച്ച് നമ്മൾ മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. എല്ലാ ആളുകൾക്കും, എല്ലാ കുട്ടികൾക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ കരിയർ ഗൈഡൻസിൻ്റെ രീതി ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രശസ്ത സിനിമാ താരം ബിനു അടിമാലി ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്നു. നമ്മൾ ഇഷ്ടമല്ലാത്ത ഒരു ജോലി ചെയ്തിട്ട് അതിൽ നിന്നിപ്പോൾ എത്ര ശമ്പളം കിട്ടിയാലും നമുക്കൊരു തൃപ്തി ഉണ്ടാകില്ല. ഇപ്പോൾ ഒരു കുട്ടിക്ക് ടീച്ചറാകാനാണ് ആഗ്രഹം. അവർക്ക് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു നേഴ്സിംഗ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ആ ജോലി ആസ്വദിച്ച് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് നമ്മുടെ മുമ്പോട്ടുള്ള ഭാവിയിലേക്കുള്ള എല്ലാ കാര്യങ്ങളും. നമ്മൾ ചെയ്യുന്നത് വേറൊരു ജോലി, മനസ്സിൽ നമ്മൾ ഉണ്ടായിരുന്ന ആഗ്രഹം അത് വേറൊരു ജോലി. അപ്പോൾ ഇത്തരം ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഭാവിയിലേക്കുള്ള ഒരു തീരുമാനം, ആ തീരുമാനമാണ് ഇന്ന്
ഇവിടെ നടക്കുന്ന ഒരു വലിയ കാര്യം. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസ്, വണ്ണപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദിവ്യ അനീഷ്, പഞ്ചായത്ത് മെമ്പർമാരായ ഇസബെല്ല ജോഷി, അബ്ദുൽ ഖാദർ, റഷീദ് തോട്ടുങ്കൽ, എബിനേസർ കോളേജ് വിദ്യാർത്ഥികളായ ഗീതു ടി എസ്, ഐശ്വര്യ സുബിൻ, നിയ സിബി, ലിവ തെരേസ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ചു. തുടർന്ന് എബിനേസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സിഇഒ ലോഫി ലോന വെള്ളറ എബിനേസർ കോളേജിനെ വിദ്യാർത്ഥികൾക്കായി പരിചയപ്പെടുത്തി. ഗുരുക്കന്മാരെ ആദരിക്കുന്ന ഗുരുവന്ദനം എന്ന ചടങ്ങിലൂടെ എജു ലീഡർ 2025 നൽകി റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ KV പങ്കജാക്ഷി ടീച്ചറിനെ ആദരിച്ചു. എബിനേസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി വണ്ണപ്പുറം പബ്ലിക് ഹെൽത്ത് സെന്ററിന് വേണ്ടി നൽകിയ വീൽ ചെയറും വാട്ടർ ബെഡും പ്രസിഡന്റ് ബിജു MA, എബിനേസർ ഗ്രൂപ്പ് CEO ലോഫി ലോന വെള്ളറ, വണ്ണപ്പുറം ഇൻഫർമേഷൻ സെന്റർ മാനേജിംഗ് ഡയറക്ടർ സജി പൈലി, അജോഷ് എബ്രഹാം തോമസ് എന്നിവരിൽ നിന്നും ഏറ്റുവാങ്ങി. പ്രശസ്ത കരിയർ ഗുരു ജോമി PL കുട്ടികൾക്കായി ക്ലാസ് എടുത്തു. ജീവിതത്തിൽ ഇങ്ങനെ ചെറിയ പരാജയങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് അതിൻ്റെ മുമ്പിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു പോകുന്ന ആളുകൾ കാണും. പക്ഷെ അതിൻ്റെ മുമ്പിൽ അതിനോട് ഈ പരാജയങ്ങളും ചില സാധ്യതകൾ തുറന്നു തരുന്നുണ്ട്. ആ സാധ്യതകളെ മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്ന ആളുകളാണ് യഥാർത്ഥം വിജയിക്കുന്നത്. ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, ആരെ പറഞ്ഞത് ഞാൻ പറഞ്ഞു. ഈ ജീവിതത്തിൽ പരാജയപ്പെടുന്ന ആളുകൾ ഇങ്ങനെ ഈ വാചകം ശ്രദ്ധിച്ചു. ഈ തണുത്ത വെള്ളം കുടിക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ ഈ വാചകം വളരെ രസകരമായ പ്രധാനപ്പെട്ട ഒരു വാചകമാണ്. പറഞ്ഞ ആരാധന ഞാൻ മറന്നുപോയി. ഈ ജീവിതത്തിൽ പരാജയപ്പെടുന്ന ആളുകൾ എന്ന് പറയുന്നത് വിജയം തൊട്ട് മുമ്പിൽ എത്തിയിട്ടും അത് തിരിച്ചറിയാതെ പുറത്തിരിഞ്ഞ് നടക്കുന്നത്. തുടർ പഠന സംബന്ധിയായ എല്ലാ സംശയങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകി. എബിനേസർ ഗ്രൂപ്പ് ചാനൽ പാർട്ട്ണർ മേൽബിൻ കോലോത്ത് കുട്ടികൾക്ക് നിർദ്ദേശങ്ങൾ നൽകി. മാർക്കറ്റിംഗ് ഹെഡ് സിബി ജോൺ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ അഡ്മിഷൻ കൗൺസിലർ അജീന ഏലിയാസ് നന്ദി പറഞ്ഞു. കർണാടകയിൽ നഴ്സിംഗ് പഠനത്തിന് ഇപ്പോൾ KCET എൻട്രൻസ് എക്സാം എഴുതിയേ പറ്റൂ. നിങ്ങൾ രജിസ്റ്റർ ചെയ്തോ? മാർക്സ് എൻട്രി, ഡോക്യുമെന്റ്സ് വെരിഫിക്കേഷൻ, ഓപ്ഷണൽ എൻട്രി മൊത്തം കൺഫ്യൂഷൻ ആയോ? നോ ടെൻഷൻ. എബനേസർ കോളേജ് ഓഫ് നഴ്സിംഗിന്റെ വണ്ണപ്പുറം ഇൻഫർമേഷൻ സെന്റർ നിങ്ങളെ സഹായിക്കും. ഏപ്രിൽ 16, 17 തീയതികളിലായി നടക്കുന്ന എൻട്രൻസ് എക്സാമിന് വേണ്ട രജിസ്ട്രേഷൻ, ട്രാവൽ അസിസ്റ്റൻസ്, അക്കോമഡേഷൻ അസിസ്റ്റൻസ് വരെയുള്ള എല്ലാ സേവനവും ഞങ്ങൾ ചെയ്തു നൽകുന്നു. അപ്പോ ഇപ്പൊ തന്നെ വിളിക്കുവല്ലേ? Contact Ebenezer College of Nursing for more details. 9946433619 96203958770. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. തൊടുപുഴ ജില്ലാ കോടതി അങ്കണത്തിൽ രാഷ്ട്രപിതാവിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തു. തൊടുപുഴ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് PS ശശികുമാറാണ് പ്രതിമ അനാച്ഛാദനം നടത്തിയത്. തൊടുപുഴ ബാർ അസോസിയേഷൻ മെമ്പറും ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസ് ആണ് കോടതി സമുച്ചയത്തിൽ സ്ഥാപിക്കാനായി ഗാന്ധി പ്രതിമ നൽകിയത്. ചടങ്ങിൽ സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ, ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് സിജോ ജെ തൈച്ചേരി എന്നിവർ പ്രസംഗിച്ചു. ഇതിലെ പ്രിൻസിപ്പൽ ജെ എന്നുള്ള നിലയിൽ ഞാൻ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തിരിക്കുകയാണ്. അഹിംസ എന്ന ഒരു സിദ്ധാന്തം നമുക്ക് ലോകത്തോട് തന്നെ പറഞ്ഞു തന്ന രാഷ്ട്രപിതാവിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ ലഭിച്ചത് തന്നെ ഒരു മഹാഭാഗ്യമായിട്ട് കരുതുന്നു. 70കളിൽ നെല്ലിനങ്ങളായ വെള്ളക്കണ്ണനും അയ്യാറിട്ടും സംയോജിപ്പിച്ച് വികസിപ്പിച്ചെടുത്ത കുഞ്ഞൂഞ്ഞി വിത്തിന്റെ ഉപജ്ഞാതാവ് അത്തിക്കൽ അബ്രാഹം വർഗീസ് നിര്യാതനായി. 97 വയസ്സായിരുന്നു. സംസ്കാരം 30-ന് ഉച്ചകഴിഞ്ഞ് 3-ന് വെറ്റിലപ്പാറയിലുള്ള വീട്ടിൽ ആരംഭിച്ച് അരൂർ മൊഴി സെന്റ് പോൾസ് പള്ളിയിൽ. അത്തിക്കൽ അബ്രാഹം വർഗീസ് എന്നറിയപ്പെടുന്ന കുഞ്ഞൂഞ്ഞി ചേട്ടൻ വികസിപ്പിച്ചെടുത്ത കുഞ്ഞൂഞ്ഞി വിത്ത് കരിമണ്ണൂരിലും സമീപ പ്രദേശങ്ങളിലും 1970കളിലും പിന്നീട് ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലും വ്യാപകമായി കൃഷി ചെയ്യപ്പെടുകയുണ്ടായി. ഇന്നും കുഞ്ഞൂഞ്ഞി വിത്ത് സംസ്ഥാനമെങ്ങും വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. കുഞ്ഞൂഞ്ഞി വിത്തിന്റെ പേറ്റന്റിനായി അദ്ദേഹത്തിന്റെ അഭ്യുദയകാംക്ഷികൾ ശ്രമം നടത്തിയെങ്കിലും കാർഷിക യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്തുള്ളവരുടെ നിസ്സഹകരണം മൂലം പേറ്റന്റ് ലഭിച്ചിട്ടില്ല. ഇപ്പോഴും പേറ്റന്റിനായുള്ള ശ്രമം തുടരുകയാണ്. ഒരു കർഷകൻ വികസിപ്പിച്ചെടുത്ത പ്രശസ്തമായ നെൽവിത്തിന്റെ പേറ്റന്റ് കിട്ടുന്നത് കുഞ്ഞൂഞ്ഞി ചേട്ടന് കാണാൻ സാധിക്കാതെയാണ് അദ്ദേഹം വിട പറയുന്നത്. 1980-ൽ ചാലക്കുടി വെറ്റിലപ്പാറയിലേക്ക് കുടിയേറ്റം നടത്തിയ കുഞ്ഞൂഞ്ഞി ചേട്ടൻ അവിടെയും നല്ല കർഷകൻ എന്ന നിലയിലുള്ള പ്രവർത്തനമാണ് നടത്തിവരുന്നത്. വെറ്റിലപ്പാറയിലെ അദ്ദേഹത്തിന്റെ വീടിന് താഴെയുള്ള റോഡിന് പഞ്ചായത്ത് അധികൃതർ അത്തിക്കൽ റോഡ് എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. ഭാര്യ പരേതയായ മറിയക്കുട്ടി, കടവൂർ നടവക്കാട്ട് കുടുംബാംഗം.
മക്കൾ ക്രിസ്റ്റഫർ എബ്രഹാം, റിട്ടയർഡ് ചീഫ് ഇൻകം ടാക്സ് കമ്മീഷണർ കേരള, ആനീസ് മൂഴിക്കച്ചാലിൽ വണ്ണപ്പുറം, സെലീൻ കിഴക്കൂടൻ പരിയാരം, ജോസിയ കോക്കാട്ട് കടുപ്പശ്ശേരി, ബേസിൽ വെറ്റിലപ്പാറ, ലിസി വാശേരിൽ വെള്ളിക്കുളങ്ങര, മരുമക്കൾ ലൂസി ഒഴുകയിൽ വയല പാല, ജോസ് മൂഴിക്കച്ചാലിൽ വണ്ണപ്പുറം, ജോർജ് കിഴക്കൂടൻ പരിയാരം, കുര്യൻ കോക്കാട്ട് കടുപ്പശ്ശേരി, മോളി മറ്റേക്കാടൻ ആനപ്പാറ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാർ ഉദ്യോഗസ്ഥരും ബാങ്കുകാരും ചേർന്ന് കർഷകന്റെ കഞ്ഞിക്കലം വരെ ജപ്തി ചെയ്ത് കർഷകരെ ദ്രോഹിക്കുന്ന നടപടികൾ നിർത്തിവെക്കുവാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് UDF ചെയർമാൻ ജോയി വെട്ടിക്കുഴിയും കൺവീനർ പ്രൊഫസർ MJ ജേക്കബും വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. തൊടുപുഴ നഗരസഭയെ മാലിന്യമുക്ത ശുചിത്വ നഗരസഭയായി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി പ്രഖ്യാപിച്ചു. ദേവികുളം സാഹസിക അക്കാദമിയുടെ പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി. യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു. കോഴപ്പള്ളി മലയിൻകീഴ് ബൈപ്പാസ് ആധുനിക നിലവാരത്തിൽ നവീകരിക്കുമെന്ന് ആന്റണി ജോൺ MLA പറഞ്ഞു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സന്ദർശിച്ചു. ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ചായിരുന്നു സന്ദർശനം നടത്തിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.